All of you welcome to today's class. ഇന്നലെ നമ്മൾ പറഞ്ഞത് സം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് റിഗാർഡിങ് സാലറി ആണ്. അപ്പോൾ അതിൽ കുറച്ച് പോയിൻറ്റ്സ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അബൌട്ട് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നതാണ് സാലറി ഗ്രേഡ് ഓർ സ്കെയിൽ ഓഫ് പേ. എന്താണ് സാലറി ഗ്രേഡ് അല്ലെങ്കിൽ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്? സാലറി ഗ്രേഡ് മീൻസ് that at what starting salary any employee is to be appointed and during the entire service period what will be his increment per year and what will be his maximum salary after which there will be no increment. Okay, salary here means the basic salary. For example, ഇവിടെ ഒരു സാലറി ഗ്രേഡ് കൊടുത്തത് കണ്ടോ, 4,400, 200, 6,400, 10,000, 600, 16,000. ഇങ്ങനെയാണ് എന്തുണ്ടാവുക? ബേസിക് പേ ഉണ്ടാവുക അല്ലെങ്കിൽ സാലറി സ്കെയിൽ ഉണ്ടാവുക. എന്താ അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുക? ഒരാളുടെ സാലറി സ്കെയിൽ ബേസിക് പേ ആണ്, ബേസിക് സാലറിയാണ് തന്നിട്ടുള്ളത്. ഒരാളെ സർവീസിൽ 4,400 റുപ്പീസിന് അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ 1 ഇയർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ അപ്പോയിൻറ്റഡ് ഓൺ 1st June 2019, ബേസിക് സാലറി നിങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ 4,400 ആണെങ്കിൽ 1st June 2020 ആകുമ്പോൾ യുവർ സാലറി ഈസ് 4,400 പ്ലസ് 200 ആയിരിക്കും, 4,600 ആയിരിക്കും. ഓക്കെ, 2021 ആകുമ്പോൾ 4,600 പ്ലസ് 200, 4,800 ആയിരിക്കും. ലൈക്ക് വൈസ് ഇറ്റ് വിൽ ഗോ അപ് ടു ₹6,000. വെൻ ഇറ്റ് റീച്ചസ് 6,000, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ ദാറ്റ് വിൽ ബി 6,400, നെക്സ്റ്റ് ഇയർ 6,800, 7,200. വെൻ ഇറ്റ് റീച്ചസ് 10,000 the increment will be per year will be 600 and at last it will be 16,000. after that there will be no increment. അതാണെന്ത് സാലറി സ്കെയിൽ അല്ലെങ്കിൽ സാലറി ഗ്രേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിയർനെസ് അലവൻസ് ഓർ ഡിയർനെസ് പേ. ഡിയർനെസ് അലവൻസ് ഓർ ഡിയർനെസ് പേ ഈസ് ഗിവൺ ബൈ ദി എംപ്ലോയർ ടു ഹിസ് എംപ്ലോയി ടു കോമ്പൻസേറ്റ് ദ റൈസ് ഇൻ പ്രൈസ് ലെവൽ. പ്രൈസ് ലെവൽ ചേഞ്ചസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡിയർനെസ് അലവൻസ്, ഡിയർനെസ് പേ ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടേഷൻ പർപ്പസിന് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിയർനെസ് അലവൻസ് ആൻഡ് ഡിയർനെസ് പേ ദാറ്റ് വി ഹാവ് ടു ലേൺ. ഡിയർനെസ് പേ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് യൂഷ്വലി ടേക്കൺ ഫോർ കൗണ്ടഡ് ഫോർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്, ദാറ്റ് ഈസ് ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആണെങ്കിൽ ഡി എ ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി, ഡി എ അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഒക്കെ ആണെങ്കിൽ എന്താണ്? ദാറ്റ് ഈസ് ടേക്കൺ ഫോർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്. സിംപ്ലി ഡി പി എന്നാണ് പറഞ്ഞത്. ഡിയർനെസ് പേ എന്നാണെങ്കിൽ എന്താണത്? ദാറ്റ് ഈസ് കൗണ്ടഡ് ഫോർ കമ്പ്യൂട്ടിംഗ് ദ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഡ്യൂ ഡേറ്റ് ഓഫ് സാലറി. ഡ്യൂ ഡേറ്റ് ഓഫ് സാലറി അതായിട്ട് ബന്ധപ്പെട്ട് ഫോളോയിങ് ആർ ദ ജനറൽ റൂൾസ്. ഇൻ ദി കേസ് ഓഫ് എംപ്ലോയീസ് ഓഫ് ദി ഗവൺമെൻറ് ആൻഡ് സെമി ഗവൺമെൻറ്, സാലറി ഫോർ എ പെർട്ടിക്കുലർ മന്ത് ഈസ് ഡ്യൂ ഓൺ ദ 1st of നെക്സ്റ്റ് മന്ത്. അങ്ങനെയല്ലേ യൂഷ്വലി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജനുവരിയിൽ വർക്ക് ചെയ്ത സാലറി, ഇപ്പോൾ നമ്മൾ ജൂണിലാണുള്ളത്, ജൂണിൽ വർക്ക് ചെയ്തതിൻ്റെ സാലറി ജൂലൈ 1 കിട്ടുക, അല്ലെങ്കിൽ ജൂലൈ 1 കിട്ടുക ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദാറ്റ് മന്ത്. ദാറ്റ് ഈസ് ദ കേസ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയീസ് ഓർ സെമി ഗവൺമെൻറ് എംപ്ലോയീസ്. അപ്പോൾ നമ്മളുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്, അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നതൊക്കെ എന്താണ്? അസസ്മെൻറ്റ് ഇയർ സ്റ്റാർട്ട്സ് ഫ്രം 1st April to 31st March. അപ്പോൾ ഇതുപോലെ സാലറി കിട്ടുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ 1st April കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ സാലറി ഓഫ് മാർച്ച് ആയിരിക്കും. സോ ഫോർ ദം ദ പ്രീവിയസ് ഇയർ വിൽ സ്റ്റാർട്ട് ഫ്രം മാർച്ച് ടു 1st April to 31st March ആണ്. 31st March അല്ലെങ്കിൽ മാർച്ചിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഏതായിരിക്കും? ഫെബ്രുവരിയിലെ സാലറി ആയിരിക്കും. അപ്പോൾ അവരെ പ്രീവിയസ് ഇയർ എന്തായിരിക്കും? ഏപ്രിൽ ടു മാർച്ച് എന്നുള്ളത് മാറിയിട്ട് എന്താകും? മാർച്ച് ടു ഫെബ്രുവരി ആകും. ഓക്കെ, salary for the month of March of the preceding financial year up to the salary for the month of February of the current financial year is taken into account in the case of government and semi-government employees. And in the case of employees of banks and non-government bodies, usually for them the salary
for the month is due on the last date of the same month itself. അപ്പോൾ അവർക്ക് എന്താണ്, മാർച്ചിലെ സാലറി മാർച്ചിൽ തന്നെ കിട്ടും, ഏപ്രിലിലെ സാലറി ഏപ്രിൽ തന്നെ കിട്ടും, ജൂണിലാണെങ്കിൽ ജൂണിൽ തന്നെ കിട്ടും, ജൂൺ ലാസ്റ്റിന് തന്നെ കിട്ടും. അപ്പോൾ അവരുടെ കേസിൽ 1st April to 31st March will be the period of earning the income, or that is the previous year. Next one is surrender of salaries. Surrender, any voluntary surrender of salary where an employee surrenders a part of his salary for the credit of the central government, the part so surrendered by him shall be excluded from his salary income, which will not be taxable in his hands. Okay, അപ്പോൾ അത്രയാണ് എന്ത് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് regarding salary income from salaries. Next we are moving to the definition of salaries. സാലറി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് സെക്ഷൻ 15 അകത്ത് പറയുന്നുണ്ട്. ഡെഫിനിഷൻ ഓഫ് സാലറി ഈസ് ഗിവൺ അണ്ടർ സെക്ഷൻ 17(1). സാലറി ഇൻക്ലൂഡ്സ് വേജസ്, എനി annuity or pension, any gratuity, any fee, commission, perquisites or profit in lieu of or in addition to salary or wages, any advance salary but not loan for purchasing a car, cycle, scooter or a house, etc., any payment received by an employee in respect of any period of leave not availed of by him. അതാണ് ഏൺഡ് ലീവ് എൻകാഷ്മെൻറ്റ്. നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച ആൾക്കാർക്ക് വേഗം ക്ലിയർ ആവുണ്ടാവും. ഏൺഡ് ലീവ് എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ് വൈൽ ഇൻ സർവീസ്. 6th one ആണെന്ത്, the annual accretion to the balance at the credit of any employee participating in a recognized provident fund. That is, the employer's contribution in excess of 12% of employee's salary and the interest credited on the balance to the credit of the employee in RPF in excess of 9.5%. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിൻ്റ്. ആനുവൽ അക്രീഷൻ ടു ദി ബാലൻസ് അറ്റ് ദ ക്രെഡിറ്റ് ഓഫ് എനി എംപ്ലോയി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% ഓഫ് എംപ്ലോയീസ് സാലറി ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ എക്സസ് ഓഫ് 9.5% ആർ ട്രീറ്റഡ് ആസ് സാലറി ഫോർ ദിസ് പർപ്പസ്. അത്രയേ ഉള്ളൂ. 7th one എന്ന് പറയുന്നത് the aggregate of all sums comprised in the transferred balance to the extent to which it is chargeable to tax. And last one is the contribution made by the government or any other employer in the previous year to the account of an employee under a pension scheme notified by the central government. So this is the definition of salary. ഈ ഡെഫിനിഷൻ ഓഫ് സാലറിയിൽ 6th പോയിൻ്റ് നമുക്ക് എന്തായാലും പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരുന്നതാണ്. ബാക്കിയുള്ളതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡെഫിനിഷൻ ഓഫ് സാലറി ദാറ്റ് യു ഹാവ് ടു ലേൺ ബൈ ഹാർട്ട്, എന്നാലേ കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വി ഹാവ് ടു റെഫർ ദി ഡെഫിനിഷൻ, വി ഹാവ് ടു ഗോ ഫോർ ദി ഡെഫിനിഷൻ. അപ്പോൾ ഈ ഡിസ്കസ് ചെയ്തതിൽ 6th പോയിൻ്റ് നമ്മളുടെ ഇനിയുള്ള പ്രോബ്ലം പാർട്ടിലൊക്കെ വരും. 7th one എന്ന് പറയുന്നത് ട്രാൻസ്ഫേർഡ് ബാലൻസ് ആണ്. അതെന്താണെന്നുള്ളത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് സാലറി ഏതൊക്കെയാണ്? സാലറി എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദി കമ്പോണൻസ് ഓഫ് സാലറി? ബേസിക് സാലറി പ്ലസ് അലവൻസസ് പ്ലസ് പെർക്യൂസിറ്റ്സ് പ്ലസ് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി. അതാണെന്ത് ഗ്രോസ് സാലറി. ബേസിക് സാലറി, അലവൻസസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അലവൻസസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പെർക്യൂസിറ്റ്സ് ഓർ ഓൾസോ ടാക്സേഷൻ ട്രീറ്റ്മെൻറ്റ് ദാറ്റ് വി ഹാവ് ടു ലേൺ. പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി. ഈ 4 എണ്ണം കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഗ്രോസ് സാലറി വി വിൽ ഗെറ്റ്, ഫ്രം വിച്ച് വി ഹാവ് ടു ഡിഡക്ട് ദ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, entertainment allowance and employment tax. Together these 3 if we deduct we get the taxable salary. അപ്പോൾ അതാണ് സാലറീൻ്റെ ഒരു ചാർട്ട് അല്ലെങ്കിൽ കമ്പോണൻസ് ഓഫ് സാലറി.
ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്താണെന്നുള്ളത് നോക്കാം. അതായത് ഡെഫിനിഷൻ ഓഫ് സാലറിയിലെ 7th പോയിന്റ് കണ്ടല്ലോ. ദ അഗ്രഗേറ്റ് ഓഫ് ഓൾ സംസ് കംപ്രൈസ്ഡ് ഇൻ ദ ട്രാൻസ്ഫേർഡ് ബാലൻസ് ടു ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ഇറ്റ് ഈസ് ചാർജബിൾ ടു ടാക്സ് അണ്ടർ സബ് റൂൾ 4 ഓഫ് റൂൾ 11. ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ആൻ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം, the balance standing to the credit of the employee's PF account at the time of its recognition is called transferred balance. Different types of provident funds നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, 4 എണ്ണം. സ്റ്റാറ്റ്യൂട്ടറി provident fund is there, recognized provident fund, unrecognized provident fund and public provident fund. ഇതിൽ when an unrecognized provident fund is recognized for the first time, അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ വാട്ട് എമൗണ്ട് ഈസ് സ്റ്റാൻഡിങ് ടു ഹിസ് അക്കൗണ്ട്, ക്രെഡിറ്റ് ഓഫ് ഹിസ് അക്കൗണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസ്ഫേർഡ് ബാലൻസ്. എങ്ങനെയാണ് അതിൻ്റെ ടാക്സേഷൻ നോക്കാം. ടാക്സബിൾ പോർഷൻ ഓഫ് ദി ട്രാൻസ്ഫേർഡ് ബാലൻസ്. ദ ടാക്സബിൾ പോർഷൻ ഓഫ് ദി ട്രാൻസ്ഫേർഡ് ബാലൻസ് ഓഫ് ദി എംപ്ലോയി വിൽ ബി ദ അഗ്രഗേറ്റ് ഓഫ് ആനുവൽ അക്രീഷൻസ് chargeable to tax for each year of the existence of the unrecognized provident fund, deeming this fund to be recognized from the very beginning. മനസ്സിലായോ? എന്താണ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ബൈ ദി ഇൻകം ടാക്സ് ആക്ട്. റെക്കഗ്നൈസ്ഡ് അല്ല. അപ്പോൾ അത് റെക്കഗ്നൈസ്ഡ് ആക്കുന്ന സമയത്ത് ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്ന് പറയുന്നത് എത്രയാണോ അയാളുടെ ക്രെഡിറ്റിൽ ആ സമയത്ത് ഉള്ളത്, പി എഫിലുള്ളത്, ആ എമൗണ്ടാണ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്? ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് ദറ്റ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഈസ് റെക്കഗ്നൈസ്ഡ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ ടാക്സബിൾ ആനുവൽ അക്രീഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലസ്ട്രേഷൻ 1 കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻ.